ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് മെയ് 2 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഏത് രാജ്യമാണ് ഒരു പുതിയ കറൻസി കൊണ്ടുവന്നിട്ടുള്ളത്? സിഗ് എന്ന് പറയുന്ന ഈ ഒരു കറൻസി കൊണ്ടുവന്നിട്ടുള്ള രാജ്യമാണ് സിംബാബ്വെ. സിംബാബ്വെയിൽ ഈ കറൻസി കൊണ്ടുവരാൻ കാരണമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിക്കുകയും കറൻസിയുടെ വാല്യൂ കുറഞ്ഞു വരികയും ചെയ്തപ്പോഴാണ് സിംബാബ്വെ ഇത്തരത്തിലുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. സിംബാബ്വെ കറൻസിയുടെ മൂല്യം വളരെയധികം കുറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സിംബാബ്വെ ഇത്തരത്തിലുള്ള, അതായത് പുതിയൊരു കറൻസിയിലേക്ക് മാറിയിട്ടുള്ളത്. സിഗ് എന്നാണ് കറൻസിയുടെ പേര്. ഈ കഴിഞ്ഞ ഏപ്രിൽ 30 സിംബാബ്വെ സിഗ് എന്ന കറൻസി സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. സിംബാബ്വെ എന്ന രാജ്യം, ഇവിടുത്തെ പഴയ കറൻസിയായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഷോന, ത്വാഷ്വ ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നിവയെല്ലാം. ഹരാരെയാണ് സിംബാബ്വെയുടെ ക്യാപിറ്റൽ. സിംബാബ്വെ സ്വതന്ത്രമായിട്ടുള്ളത് 1980 ഏപ്രിൽ 18 ഏകദേശം 1.63 കോടി ജനങ്ങളാണ് സിംബാബ്വെയുടെ കണക്ക്. ഇപ്പൊ ക്യാപിറ്റൽ ഹരാരെ, ഇവിടുത്തെ പുതിയ കറൻസിയാണ് സിഗ്, പഴയ കറൻസിയായിരുന്നു US ഡോളർ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോളജ്, അതായത് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 1 മെയ് 2024 രജത ജൂബിലി ആഘോഷിക്കുന്ന സായുധ സേനയുടെ ഏറ്റവും വലിയ ഡെന്റൽ സ്ഥാപനത്തിന്റെ പേര് ആർമി ഡെന്റൽ സെന്റർ R&R. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലെ ഏറ്റവും വലിയ ഡെന്റൽ സെന്റർ ആണ് ആർമി ഡെന്റൽ സെന്റർ R&R. 25 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ഡെന്റൽ സെന്റർ ഇന്ന് ആംഡ് ഫോഴ്സസിലെ ഏറ്റവും വലിയ ഡെന്റൽ സെന്റർ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ ഒരു വേളയിൽ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ തലവനായിട്ടുള്ള ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് GOCNC അദ്ദേഹം ഈ ഒരു വേളയിൽ സന്ദർശിക്കുകയും ഒരു പോസ്റ്റൽ കവർ റിലീസ് ചെയ്യുകയും ചെയ്തു. ആർമിയിൽ 7 കമാൻഡ്സ് ആണുള്ളത്. അതിൽ വെസ്റ്റേൺ കമാൻഡിന്റെ ഹെഡ് ആണ് GOCNC ലഫ്റ്റനന്റ് ജനറൽ MK കട്ടിയാർ. ആർമി ഡെന്റൽ സെന്ററിലെ 5 തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നൽകുന്നുണ്ട്. അത്രയും വലിയൊരു ഹോസ്പിറ്റൽ ആണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ആർമി ഡെന്റൽ സെന്റർ R&R. ഇത് ന്യൂഡൽഹിയിലാണ്. 2024 മെയ് 1 പുതിയ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ഈ കഴിഞ്ഞ ഏപ്രിൽ 30 ഇന്ത്യൻ നേവിയുടെ ചീഫ് ആയിട്ട് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ചുമതലയേറ്റെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടുത്തൊരു മാറ്റമാണ്. മെയ് 1 ഇന്ത്യൻ നേവിയുടെ വൈസ് ചീഫ് ആയിട്ട് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ദിനേശ് കെ ത്രിപാഠി ആയിരുന്നു വൈസ് ചീഫ്. അദ്ദേഹം ചീഫ് ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കാണ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റൊരു വാർത്ത പറയുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലെ ട്രെയിനിങ് കമാൻഡിന്റെ AOCNC, അതായത് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിട്ട് എയർ മാർഷൽ നാഗേഷ് കപൂർ ചുമതല ഏറ്റെടുത്തു. ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി, നേവിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡ് ആണ് ട്രെയിനിങ് കമാൻഡ്. ട്രെയിനിങ് ഫോക്കസ് ചെയ്തു പോകുന്ന ഈ കമാൻഡ് ഇന്ത്യൻ ആർമിയുടെ ആണെങ്കിൽ ഷിംലയിലാണ് അതിന്റെ ഹെഡ് ഓഫീസ്. നേവി ആണെങ്കിൽ അത് കൊച്ചിയിലാണ്, സദേൺ നേവൽ കമാൻഡ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആണെങ്കിൽ ട്രെയിനിങ് കമാൻഡ് ഇത് ബാംഗ്ലൂരിലാണ്. അപ്പൊ ബാംഗ്ലൂരിന്റെ AOCNC ആയിട്ടാണ് എയർ മാർഷൽ നാഗേഷ് കപൂർ ഈ കഴിഞ്ഞ ദിവസം മെയ് 1 ചാർജ് എടുത്തിട്ടുള്ളത്. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൺസൾട്ടിംഗ് മീറ്റിംഗ് ATCM 46 ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചി. അന്റാർട്ടിക്കയിലെ പരിസ്ഥിതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്റാർട്ടിക്കയിലെ പരിസ്ഥിതി കാരണം അന്റാർട്ടിക്കയിലെ മഞ്ഞുകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ എങ്ങനെ സംരക്ഷിക്കാം? ഇതുമായി ബന്ധപ്പെട്ട 46ാമത്തെ അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ആണ്, അതായത് ATCM 46 ഈ വരുന്ന മെയ് 20 മുതൽ 30 വരെ കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. ഈ കൊച്ചിയിൽ നടക്കുന്ന ഈ മീറ്റിംഗ്, ഇതേ മീറ്റിംഗിനോടൊപ്പം തന്നെ മറ്റൊരു മീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട്. കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതായത് CEP 26. അപ്പൊ CEP 26ഉം ATCM എന്ന് പറയുന്ന അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്, ഇത് രണ്ടും നടക്കാൻ പോകുന്നത് കൊച്ചിയിലാണ്. അന്റാർട്ടിക്ക ഉടമ്പടി ആരംഭിച്ചത് 1959. ഇന്നിപ്പോൾ 56 രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ത്യ ആണെങ്കിൽ 1983 ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത്. 83 1959 ആരംഭിച്ചിട്ടുള്ള ഈ ഒരു അന്റാർട്ടിക്ക ഉടമ്പടിയിൽ ഇന്ത്യ ഭാഗമാകുന്നത് 83. 46ാമത്തെ അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ആണ് ഇപ്പോൾ കൊച്ചിയിൽ വരുന്ന മെയ് 20 മുതൽ 29 വരെ നടക്കാൻ പോകുന്നത്. സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റന്റ് റിലീസ് ഓഫ് ടോർപിഡോ സ്മാർട്ട് സംവിധാനം
രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത സംഘടന DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഒരു പുതിയൊരു സംവിധാനം, അതായത് സ്മാർട്ട് സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ എന്നൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും അതിനുശേഷം അതിനെ പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ മെയ് 1 തീയതിയാണ് ഒഡീഷയിലുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്മാർട്ട് സിസ്റ്റം വിജയകരമായിട്ട് പരീക്ഷിച്ചത്. DRDO ഡിസൈൻ ചെയ്തിട്ടുള്ള ടോർപിഡോ ഡെലിവറി സിസ്റ്റം, ഇത്തരത്തിലുള്ള ഒരു ഡെലിവറി സിസ്റ്റം ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അന്തർവാഹിനി കപ്പലുകളിലാണ്. ഈ ഒരു പുതിയ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ എന്ന സ്മാർട്ട് എന്ന സിസ്റ്റം ഏതാണ്ട് 100 കിലോമീറ്റർ വരെ ഫയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1 മെയ് 2024 ആകാശവാണി ന്യൂസിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? മൗഷമി ചക്രവർത്തി. മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് ആകാശവാണി. അതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആകാശവാണി എന്ന ഈ ഒരു വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആയിട്ട് മൗഷമി ചക്രവർത്തി ചുമതലയേറ്റെടുത്തു ഈ മെയ് 1 തീയതി. ഇതിനു മുമ്പ് ആ ഒരു സ്ഥാനത്ത് വസുധ ഗുപ്തയായിരുന്നു. അപ്പോൾ വസുധ ഗുപ്തയ്ക്ക് പകരമായിട്ടാണ് മൗഷമി ചക്രവർത്തി മെയ് 1 തീയതി ആകാശവാണിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതെല്ലാം വരുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിൽ വരുന്ന ഒന്നാണ്. ദേശീയ വനിതാ ഹോക്കി ലീഗ് 2024 ഏത് സംസ്ഥാനത്താണ് ആതിഥ്യം വഹിക്കുന്നത്? ജാർഖണ്ഡ്. ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, അതായത് ദേശീയ വനിതാ ഹോക്കി ലീഗ് 2024 എവിടെയാണ് അത് ആതിഥ്യം വഹിക്കുന്നത്? ജാർഖണ്ഡിലാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലീഗ് മത്സരം ആരംഭിച്ചിട്ടുള്ളത്. 8 ടീം ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഹോക്കി ഹരിയാന, ഹോക്കി മഹാരാഷ്ട്ര, ഹോക്കി ജാർഖണ്ഡ്, ഹോക്കി മധ്യപ്രദേശ്, ഹോക്കി ബംഗാൾ, ഹോക്കി മിസോറാം, മണിപ്പൂർ ഹോക്കി, ഹോക്കി അസോസിയേഷൻ ഓഫ് ഒഡീഷ. ഈ ഒരു മത്സരം, അതായത് നാഷണൽ വിമൻസ് ഹോക്കി ലീഗ് മത്സരം നടക്കുന്നത് ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മറാങ് ഗോംകെ ജയ്പാൽ സിംഗ് ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അതായത് മറാങ് ഗോംകെ ജയ്പാൽ സിംഗ് ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഏപ്രിൽ 30 തീയതി ഈ ഒരു മത്സരം ആരംഭിച്ചിട്ടുള്ളത്. 2024 ഏറ്റവും നൂതനമായ എഡ്ടെക് കമ്പനികൾക്കുള്ള ടൈംസ് ബിസിനസ് അവാർഡ് നേടിയത് ആരാണ്? വിവേക് കെ സിംഗ്. 2024 ടൈംസ് ബിസിനസ് അവാർഡ് പ്രഖ്യാപിച്ചു. ഇതിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ കരിയർ ഇറ എന്ന കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള വിവേക് കെ സിംഗിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് മോസ്റ്റ് ഇന്നോവേറ്റീവ് എഡ്ടെക് എന്ന കമ്പനിക്കും, അതുപോലെ തന്നെ ട്രാവൽ മേഖലയിലാണെങ്കിൽ ഏറ്റവും നല്ല ട്രാവൽ ബിസിനസ് നടത്തുന്ന ട്രാവോമിന്റ് എന്ന കമ്പനിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ കരിയർ ഇറ എന്ന കമ്പനിക്കും ട്രാവോമിന്റ് എന്ന കമ്പനിക്കുമാണ് ടൈംസ് ബിസിനസ് അവാർഡിന്റെ മോസ്റ്റ് ഇന്നോവേറ്റീവ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ മെയ് 1 തീയതി ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഏത് കായിക ഇനത്തിൽ പങ്കെടുക്കാൻ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി? ഇതിന്റെ ഉത്തരം ബാഡ്മിന്റൺ. ബാഡ്മിന്റണിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോഡിയാണ് സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് തന്നെ മിക്കവാറും എല്ലാ മത്സരങ്ങളിലും കിരീടം കരസ്ഥമാക്കുന്ന ഒരു ജോഡിയാണ് സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 1 മെയ് 2024 രജത ജൂബിലി ആഘോഷിക്കുന്ന സായുധ സേനയുടെ ഏറ്റവും വലിയ ഡെന്റൽ സ്ഥാപനത്തിന്റെ പേര് ആർമി ഡെന്റൽ സെന്റർ R&R. 2024 മെയ് 1 പുതിയ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചി. സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റന്റ് റിലീഫ് ഓഫ് ടോർപിഡോ സംവിധാനം രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത സംഘടന DRDO. ഏത് രാജ്യത്തിന്റെ ഏറ്റവും പുതിയ കറൻസിയാണ് സിഗ്? സിംബാബ്വെ. 1 മെയ് 2024 ആകാശവാണി ന്യൂസിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? മൗഷമി ചക്രവർത്തി. ദേശീയ വനിതാ ഹോക്കി ലീഗ് 2024 ഏത് സംസ്ഥാനമാണ് ആതിഥ്യം വഹിക്കുന്നത്? ജാർഖണ്ഡ്. 2024 ഏറ്റവും നൂതനമായ എഡ്ടെക് കമ്പനിക്കുള്ള ടൈംസ് ബിസിനസ് അവാർഡ് നേടിയത് ആരാണ്? വിവേക് കെ സിംഗ്. ഇന്ന് മെയ് 2 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് ഈസ് ദ ഡീപ്പസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദി ഏതാണ്?
3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ താല്പര്യമാണ്. ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ എവിടെയും എത്താൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരുടെ താല്പര്യം കൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങും എത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് സ്വയം നമ്മൾ തീരുമാനിക്കുക. നമുക്ക് വിജയം വേണമെന്നും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനും സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.